ഹലോ എവരിവൺ, നമസ്കാരം. വീണ്ടും നമ്മുടെ ഒരു മലേഷ്യൻ വ്ളോഗിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ നിർത്തിയത് ജെൻറ്റിങ് ഹൈലൻഡ്സിലോട്ട് സ്കൈവേ അല്ലെങ്കിൽ കേബിൾ കാറിൽ പോകുന്ന വഴി നമ്മളൊരു ചൈനീസ് ടെമ്പിൾ കാണാനായിട്ട് ഇറങ്ങുകയാണ്. ചൈനീസ് ടെമ്പിളിന്റെ പേര് എന്ന് പറയുന്നത് ചിൻ സ്വീ കേവ്സ് ടെമ്പിൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതൊരു ചൈനീസ് അവരുടെ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇത് എന്ന് പറയുന്നത് ഒരു 28 ഏക്കർ പ്ലോട്ടിൽ ആണ് ഈ ചിൻസ്വി കേവ്സ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ജെൻറ്റിങ്സിൽ നിന്ന് നമ്മൾ കാറിനൊക്കെ വരികയാണ്, റോഡ് വഴി വരികയാണെങ്കിൽ ഒരു 5-10 മിനിറ്റ്സിന്റെ ഡിസ്റ്റൻസിലാണ് ഇതുള്ളത്. അപ്പം നമ്മൾ ഈ ചിൻസ്വി കേവ്സ് ടെമ്പിളിന്റെ ഒരു സ്കൈവേ കേബിൾ കാർ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മൾ നടന്നു വേണം പോകാൻ. അപ്പൊ ഇങ്ങനെ കുറെ സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ ആ വരുന്ന വഴി കണ്ടു, കുറെ നമ്മളിങ്ങനെ റൂഫിൽ ചെയ്തിട്ട് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോകുന്ന സ്റ്റെപ്സ്. ഈ കാണുന്നതാണ് സ്റ്റെപ്സ്. നമുക്ക് ആ മാപ്പിൽ നോക്കിയാൽ കാണാൻ വളഞ്ഞു വരുന്ന സ്റ്റെപ്പ് റൂഫ് ഉള്ളത്. അപ്പൊ അതിലൂടെ നമ്മൾ ഇറങ്ങി വേണം വരാൻ. റോഡ് മാർഗവും വരാം. നമ്മൾ റോഡിൽ കൂടെ കാറിലാണ് വരുന്നതെങ്കിൽ കാറിൽ ഡയറക്റ്റ് അവിടെ ഒന്ന് പാർക്ക് ചെയ്ത് ഡയറക്റ്റ് സന്ദർശിച്ചിട്ട് കാറിൽ ജെറ്റിങ്സിലോട്ട് പോവാം. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഇതിൽ വരുന്നത് കൊണ്ട് ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വേണം വരാനായിട്ട്. എസ്കലേറ്റേഴ്സ് ഒക്കെ ഉണ്ട്, പിന്നെ കുറെ സ്റ്റെപ്സ് ഇറങ്ങണം, അങ്ങനെ വേണം വരാനായിട്ട്. ഇവിടുത്തെ മാപ്പ് നമ്മൾ താഴെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആ ടെമ്പിളിന്റെ എൻട്രൻസിനോട് അടുത്ത് തന്നെ ഇങ്ങനെ മാപ്പ് വെച്ചിട്ടുണ്ട്. ഫുൾ ആ ഒരു ടെമ്പിളിന്റെ എന്തൊക്കെയാണുള്ളത്. റെസ്റ്റോറൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ്, ഷോപ്സ് ഒക്കെ അവൈലബിൾ ആണ്, എല്ലാം അവൈലബിൾ ആണ്. താഴെ നമുക്ക് കാണാം താഴെ കാറുകൾ വന്നിരിക്കുന്നത്. കാറുകൾ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ റോഡ് മാർഗം വരുന്നവര്, പാർക്ക് ചെയ്ത് കാണാൻ വരുന്നവര്. നമ്മൾ സ്കൈവേ വഴി വരികയാണെങ്കിൽ ഇവിടെയാണ് നമ്മൾ വരിക. ഫസ്റ്റ് ഇവിടുന്ന് വന്നാണ് താഴേക്ക് ടെമ്പിളിന്റെ അങ്ങോട്ട് ഇറങ്ങുക. അപ്പോൾ നമ്മൾ പളനിയിലൊക്കെ പോയിട്ടുള്ളവരാണ് അറിയും, മലയിൽ കൂടെ കുറെ രൂപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അതേപോലെ ഇവിടെയുണ്ട് മലകളിൽ കൂടെ കുറെ സ്റ്റാറ്റ്യൂസും കാര്യങ്ങളും ഒക്കെ. ഇവിടുത്തെ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ സ്റ്റാച്യു എന്ന് പറയുന്ന ഒരു മാസ്റ്റർ കിങ് ഷൂയി എന്ന് പറയുന്ന ഒരു ബുദ്ധിസ്റ്റ് മങ്കിന്റെ സ്റ്റാച്യു ആണ്. അപ്പൊ പുള്ളിയെ വർഷിപ്പ് ചെയ്യുന്ന പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്താണ് കഴിവുകളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഈ സന്യാസി അവർ വർഷിപ്പ് ചെയ്യുന്നത്. അതായത് പുള്ളിക്ക് മഴ വരുത്താനുള്ള കഴിവുണ്ട്. പിന്നെ ഈ എന്താ പറയാ, പ്രേതഭൂതങ്ങളെയൊക്കെ ഓടിക്കാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു സന്യാസി എന്നുള്ള രീതിയിലാണ് അവര് ആരാധിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു മലയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ കുറെ ഇതൊക്കെ വാക്ക് വേ ഉണ്ട്, കുറെ സ്റ്റാച്യൂസ്, ചെറിയ ചെറിയ ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾസ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് കയറി ഇതെല്ലാം കാണാൻ പറ്റും. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ മങ്കുമായിട്ട് ബന്ധപ്പെട്ട വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരുന്നു തോന്നുന്നു അവിടെ വച്ചിരിക്കുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. നമുക്ക് ചൈനീസ് ആ ഒരു രൂപകൽപ്പനയിലുള്ള സ്റ്റാച്യൂസും കാര്യങ്ങളും ഒക്കെയാണ് അവിടെ കാണാൻ പറ്റുക. അതാണ് അമ്പലത്തിന്റെ മെയിൻ സ്തൂപ കാണുന്നത്. അവിടെയാണ് അതിനകത്ത് അതിന്റെ ഡേറ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഈ മലയിലെ വഴിയിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. വേറെയും കുട്ടികൾ ഇങ്ങനെ ട്രാമിലോ അല്ലെങ്കിൽ സ്ട്രോളറിൽ പോകുന്നുണ്ട്. ഇങ്ങനെ കുറെ രൂപങ്ങളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. മോൾ ഇതൊക്കെ കണ്ടിട്ട് പേടിയാണ്. മോൾക്ക് വലിയ ഭീകര രൂപങ്ങളായതുകൊണ്ട് അവർക്ക് അത്ര ഇൻട്രസ്റ്റ് തോന്നിയില്ല ഈ രൂപങ്ങൾ കണ്ടിട്ട്. പ്രത്യേക ഷേപ്പൊക്കെ ആണല്ലോ, അത്രയ്ക്ക് അങ്ങോട്ട് അടുക്കുന്നുണ്ടായിരുന്നില്ല. നമുക്ക് മുകളിൽ കൂടെ സ്കൈവേയുടെ സ്കൈ സെന്ററിന്റെ കേബിൾ കാർസ് പോകുന്ന കാണാം. അതിന്റെ വഴി കാണാം, താഴെ നിന്ന് മുകളിലേക്ക് വരുന്നത്. അതിലൂടെയാണ് നമ്മൾ വന്നത്. മുകളിലാണ് നമ്മൾ ഇറങ്ങിയ സ്റ്റേഷൻ തൊട്ട് മുകളിൽ. അവിടെ താഴേക്ക് ഇറങ്ങിയാണ് നമ്മൾ വന്നത്. ഇനി മുകളിലേക്ക് അതുവഴി കയറിയിട്ട് വേണം നമുക്ക് ആ സ്റ്റേഷനിൽ എത്തിയിട്ട് കയറി ജെൻറ്റിങ്സിലോട്ട് തിരിച്ചു പോകാൻ. നമ്മൾ നടന്നു വരുന്ന വാക്ക്വേയുടെ ആ ഭാഗമാണ് കാണുന്നത്. റൂഫ് ഇട്ട ഭാഗം കാണുന്നത്, ആ ഒരു ഓടൊക്കെ വിരിച്ച അതൊരു വാക്ക്വേ ആണ്. അതിലാണ് നമ്മൾ നടന്നു വരുന്നത് ആ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട്. ഇങ്ങനെ ചെറിയ ഗുഹ പോലെയൊക്കെ ഇതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കുറെ എന്താ പറയുക, ചുവർ ചിത്രങ്ങൾ പോലെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കുറെ കഥകൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും നിന്ന് വായിക്കാനൊന്നും നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോയില്ല. സമയമുള്ളവർക്ക് നിന്ന് വായിക്കാൻ, ചരിത്രം അറിയണം എന്നൊക്കെ ഉള്ളവർക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വേണേൽ പോസ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാമായിരിക്കും. പറ്റുമെന്നുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. പക്ഷെ ഇങ്ങനെ നമുക്ക് അതിന്റെ ആ മലയുടെ സൈഡിൽ കൂടെയൊക്കെ മനോഹരമായിട്ട് ഒരു വഴികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ടൂറിസ്റ്റിന് വേണ്ടിയിട്ട്. നല്ല വ്യൂ ആണ് അവിടെ നിന്നൊക്കെ. ഈ മലകളും നമ്മുടെ ആ ടെമ്പിളിന്റെ ആ ഒരു ആർക്കിടെക്ചറും എല്ലാം കൂടെ വരുമ്പോൾ അങ്ങ് ദൂരെ വരെ മലകൾ കാണാം, താഴെ ടൗൺ കാണാം, മിസ്റ്റി ആയിട്ടുള്ള മലനിരകൾ. മാനിന്റെ പുറത്തിറക്കുന്ന
മനുഷ്യരും കാര്യങ്ങളും മങ്സ് ഒക്കെയാണെന്ന് തോന്നുന്നു കൂടുതലും ഈ സന്യാസി വിഭാഗത്തിൽപ്പെട്ട അവരുടെ കഥകളുമായിട്ട് ബന്ധപ്പെട്ട ഇത് ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആവാം. അവിടെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. ഇതിലെ വേണം നമ്മൾ താഴോട്ട് ഇറങ്ങിയാൽ താഴെ കാണുന്നതാണ് ടെമ്പിളിന്റെ ആ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് അതിന്റെ മുകളിൽ വരെ കയറാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു സ്പൈറൽ പോലെ ആ ബിൽഡിങ്ങിന് മുകളിൽ കയറി അവിടെ നിന്ന് നമുക്ക് വ്യൂ പോയിന്റ് പോലെ അവിടെ നിന്ന് കാണാം. ഇവിടെ നിറയെ പറഞ്ഞ പോലെ നമ്മുടെ ആ വാക്കുകളുടെ സൈഡിൽ കൂടെ എല്ലാം ഇതുപോലെ ചിത്രങ്ങളും മീൻസ് നിറയെ ഇതെല്ലാം അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്, സ്റ്റാച്യൂസും കാര്യങ്ങളും ഒക്കെ. ഈ ഒരു വലിയ സ്റ്റാച്ചു എവിടെയുണ്ട്? ഇത് എനിക്ക് തോന്നുന്നത് ആ ബുദ്ധിസ്റ്റ് മങ്ക്, ഈ പറയപ്പെടുന്ന ബുദ്ധിസ്റ്റ് മങ്കിന്റെ സ്റ്റാച്ചു ആണെന്ന് തോന്നുന്നു. നല്ല വലിപ്പമാണ്. അടുത്ത് പോയി നിൽക്കുമ്പോൾ അറിയാം. നമുക്കൊന്ന് സെൽഫി എടുക്കുന്ന വെച്ചാൽ അത് ഫുള്ള് കിട്ടത്തില്ല അവിടെ നിന്ന്. ആണ് താഴേക്കുള്ള വഴി. അതിലേ ഇറങ്ങിയ കോമ്പൗണ്ടിൽ ചെല്ലാം. ആ കോമ്പൗണ്ട് നമുക്ക് കോലാലംപൂരിലോട്ടുള്ള വഴി കൊടുക്കുന്നത്. നമ്മൾ ആ റോഡ് മാർഗം വരുവാണെങ്കിൽ അതുവഴിയാണ് വണ്ടി. നമുക്ക് അതുവഴി ഇറങ്ങിയിട്ട് വണ്ടിയിൽ പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ കാർ ഡ്രോപ്പ് പോയിന്റ് ഒക്കെ അവിടെയാണ് വരിക. അതിൽ അങ്ങോട്ട് പോകാനുള്ള വഴി, ഇപ്പുറത്തൂടെ വരാനുള്ള വഴി, അങ്ങനെ ഒരു രീതിയിൽ. നമുക്ക് അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു മലകളുടെ വ്യൂ കാണാം. ദൂരേക്കുള്ള ആ മിസ്റ്റി മൗണ്ടൻസ് ഒക്കെ ആയിട്ട് മഞ്ഞ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, കോടമഞ്ഞിൽ പൊതഞ്ഞു നിൽക്കുന്ന ആ ഒരു മലനിരകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അവിടുന്ന് ഉള്ള വ്യൂ. നമ്മളങ്ങനെ താഴെ ടെമ്പിൾ കോമ്പൗണ്ടിലോട്ട് ഇറങ്ങിയാണ്. ഉള്ള ചുവർ ചിത്രങ്ങളും സ്റ്റാച്യൂസും ഇങ്ങനെ ഉള്ള എല്ലാം കണ്ടുകൊണ്ടങ്ങ് ആ വഴിയെ നമ്മൾ ഇറങ്ങുകയാണ്. പിന്നെ ഇവിടെയുണ്ട് പറഞ്ഞ പോലുള്ള അവരുടെ ചരിത്രവും അല്ലെങ്കിൽ ഇതിഹാസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് മനോഹരമായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ഒരു മുകളിൽ ആ ജെന്റിങ് ഹൈലൻഡ്സ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ റിസോർട്ട് കാസിനോ ആ ഒരു ഭയങ്കര ഹൈ പ്രൊഫൈൽ ഏരിയ എന്ന് പറയാം. ഇത്രയും ഒരു ഇത് അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് ഒരു ചൈനീസ് ടെമ്പിൾ ഇവിടെ, അതും വളരെ മനോഹരമായിട്ട് അതിൻ്റെതായ രീതിയിൽ ക്ലീൻ ആയിട്ട് അവർ നല്ല നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെയുണ്ട് മങ്കിന്റെ ഒരു സ്റ്റാച്യു, ബുദ്ധന്റെ സ്റ്റാച്യു പോലെ ഉണ്ട്. കാരണം ഇവര് ബുദ്ധിസ്റ്റ് ആ ഒരു ഇതിൽ ആ ഒരു വിശ്വാസത്തിലൊക്കെ ഉള്ളവരുടെയാണ് ഈ ഒരു മങ്ക് എന്ന് പറഞ്ഞ സന്യാസി എന്ന് പറയുന്നത്. അവിടെ ആ മുകളിലോട്ട് നമ്മൾ ആ കണ്ട ഗാർഡൻസും ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ജേർണി ഓഫ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ കഥകളുടെ ഇതാണ് അവര് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. വലിയ സ്റ്റാച്ചു നമ്മളിപ്പോ കണ്ടത് ബുദ്ധന്റെ സ്റ്റാച്ചു ആ വലിയ അത് അതും ഈ പറഞ്ഞ പോലെ മുന്നേ കണ്ട സ്റ്റാച്ചു പോലെ തന്നെ വലിയൊരു സ്റ്റാച്ചു ആണ്. ഇവിടെ അവരെല്ലാം ഈ ഫെങ്ഷൂയി വാസ്തു അനുസരിച്ചുള്ള ആർക്കിടെക്ചറാണ് ചെയ്തിരിക്കുന്നത്. അവിടെയും നമ്മളിവിടെ പറയുന്ന ഉള്ള വിശ്വാസം എന്നോ അന്ധവിശ്വാസം എന്ന് പറയുന്ന ഉള്ള അവിടെയുണ്ട്. അവിടെ ഈ സ്ട്രീമിൽ കൂടെ വരുന്ന വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ മാറും, അങ്ങനെ സ്റ്റാച്യുവിന്റെ പിന്നിൽ കൂടെ വരുന്ന സ്ട്രീമിൽ കൂടെയുള്ള വെള്ളം കുടിച്ചാൽ അസുഖം മാറും തുടങ്ങിയ വിശ്വാസങ്ങൾ അവിടെയുണ്ട്. കാരണം ടെമ്പിളിന്റെ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്.
ഇതിന്റെ ഒരു ഫൗണ്ടേഷനൊക്കെ ആ മലയിൽ എടുക്കാൻ വേണ്ടിയിട്ട് അവർ 80 to 100 feet ആ മലയിൽ കുഴിച്ചിട്ടാണ് ഫൗണ്ടേഷൻ ഇട്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഒരു 18 വർഷം എടുത്ത് ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, ഈ ഹോൾ ടെമ്പിളിന്റെ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഫൈലിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട്, കാരണം ഇങ്ങനെ കുത്തനെയുള്ള ഒരു മലയുടെ സൈഡാണ്, കാരണം നിങ്ങൾക്ക് താഴേക്ക് നോക്കി അറിയാം, ആ സൈഡിലാണ് അവർ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഈ ചിങ്സ്വി എന്ന് പറയുന്ന മങ്കിന്റെ ലൈഫിന്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് ഈ മലനിരകളിലും ഇതിന്റെ സൈഡിൽ കൂടെയൊക്കെ അവര് സ്ക്രിപ്റ്റ്സും അല്ലെങ്കിൽ ഇതൊക്കെ ആയിട്ട് സ്റ്റാച്യൂസ് അല്ലെങ്കിൽ നമ്മൾ കണ്ടു വന്ന വഴിക്ക് വാളില് നമുക്ക് കൊത്തുപണികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നതും ആ ഒരു ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാം ആ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മോള് ഭയങ്കര എൻജോയ്മെന്റ് ആയിരുന്നു, കാരണം അത്രയും ഓപ്പൺ സ്ഥലം അവൾക്ക് ഓടി കളിക്കാൻ കിട്ടിയതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, ചെറിയൊരു മഴയുടെ ഒരു കാലാവസ്ഥയായിരുന്നു, അപ്പം നല്ലൊരു കൂൾ ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ അങ്ങനെ അമ്പലത്തിന്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ട്, നമ്മൾ മുഴുവനൊന്നും കണ്ടില്ല കേട്ടോ, കാരണം ഇവിടെ കണ്ടിട്ട് വേണം നമുക്കിനി ജെൻഡിങ്സിൽ പോയി അവിടുത്തെ കാര്യങ്ങൾ കാണാൻ. നമ്മൾ ഉച്ചയായി, ഈ സമയമായപ്പോഴത്തേനും ഉച്ച കഴിഞ്ഞു. നമ്മൾ വീണ്ടും ആ നടവഴിയിൽ കൂടെ വന്ന എസ്കലേറ്റർ എല്ലാം കയറി. മോൾക്ക് ഭയങ്കര എൻജോയ്, മോൾക്ക് എസ്കലേറ്റേഴ്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറെ എസ്കലേറ്റേഴ്സ് കയറാനുണ്ടായിരുന്നു ചെയ്തു. സൈഡിൽ കൂടെ നമുക്ക് ആ സ്കൈവേ സെന്ററിലെ കേബിൾ കാർസ് പോകുന്നത് കാണാം. നല്ല മഞ്ഞാണ്, നമുക്ക് ആ ചെറിയ മഴയുള്ളത് കൊണ്ട് നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയർ ആയി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മൾ മെല്ലെ നമ്മുടെ ഹവാന സ്കൈവേ സെന്ററിന്റെ കേബിൾ കാറിൽ വീണ്ടും കയറി ജെൻഡിങ് ഹൈവേസിലോട്ടുള്ള നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. നമ്മൾ കേബിൾ കാറിന്റെ ആ ഒരു ഭംഗിയും കാഴ്ചകളും ആസ്വദിക്കും. നമ്മൾ ജെൻഡിങ് ഹൈലാൻഡ്സിൽ എത്തുന്നവരെയുള്ള ആ ഒരു മനോഹരമായ കാഴ്ചയാണ്. മഞ്ഞ് മൂടി കിടക്കുന്ന അതിനകത്തോടെ കേബിൾ കാർസ് വരുന്നതും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് വ്യൂ ആണ്. കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ മഴയും കൂടെ ഉള്ളതിന് കോടമഞ്ഞ് വരുന്ന വിസിബിലിറ്റി ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. എങ്കിലും ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആംബിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആണ്, എൻജോയ് ചെയ്യാൻ. അങ്ങനെ നമുക്ക് ജെൻഡിങ് ഹൈലൻഡ്സിന്റെ ആദ്യത്തെ വിഷ്വൽസ് കിട്ടി തുടങ്ങി. ആ ജെൻഡിങ് ഹൈലൻഡ്സിന്റെ ഏരിയയിലോട്ടുള്ള ഹോട്ടലുകളും വലിയ ഹോട്ടലുകളും ഒരു തീം പാർക്കിന്റെ ഏരിയയൊക്കെയാണ് നമുക്ക് ദൂരെ നിന്നാണ് കാണുന്നത്. 5 സ്റ്റാർ 7 സ്റ്റാർ രീതിയിലുള്ള ഹോട്ടലുകളൊക്കെയാണ്. അവിടെ പോയി താമസിക്കാന്ന് പറഞ്ഞാൽ ഫീസിബിൾ ആയിരിക്കില്ല, അത്രയ്ക്ക് റേറ്റ് ആയിരിക്കും. താഴെ ഈ പറഞ്ഞ പോലെ പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് താമസിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ റോഡ് വഴി പോവുകയാണെങ്കിൽ. ആ ഒരു ബിൽഡിങ്ങിന്, അതിന്റെ ഒരു സ്ട്രക്ചറിന്റെ വലിപ്പം നോക്കി എത്രമാത്രമാണ്, അത്രയും വലിയൊരു മലയുടെ മുകളിലാണ് ഓർക്കണത്. ഒരു ഈ പറഞ്ഞ 5000 ഫീറ്റ് അല്ലെങ്കിൽ 5000-6000 ഫീറ്റ് മുകളിലാണ് ഈ ജെൻഡിങ് ഹൈലൻഡ്സ് ഇരിക്കുന്നത്, മലയുടെ മുകളിൽ. അതിൽ നമുക്ക് വണ്ടികൾ വരുന്ന വഴി കാണാം, കാറുകൾ വരുന്ന റോഡ്. താഴെ കൂടെ കാണാം കാറുകൾ വരുന്നത് ജെൻഡിങ് ഹൈലൻഡ്സിലോട്ട്.
താഴെ കാറുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങൾ കാണാം. നമുക്ക് അടിയിൽ ഗ്ലാസ് ആയതുകൊണ്ട് ആ ഒരു വ്യൂ അടിപൊളിയാണ്. അടിയിലൂടെ റോഡിൽ കൂടി കാറുകൾ പോകുന്നതും അത് നല്ല ഭംഗിയാണ്. ഇവിടെ എത്തിയപ്പോഴാണ് നമുക്ക് നല്ല ഹൈറ്റ് വന്നത്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ നമുക്ക് അത്രയും ഹൈറ്റിൽ കൂടെ നമ്മൾ പോകുന്നുണ്ടായിരുന്നില്ല. അതാ നമ്മൾ ജെന്റിങ് ഹൈലൻഡ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു പ്രപഞ്ചമാണ് അത്, കണ്ടില്ലേ? ഹോട്ടൽ റിസോർട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ വലിയ ബിൽഡിംഗ്, അതിനപ്പുറത്ത് തീം പാർക്കിൻ്റെതായിട്ടുള്ള സംഭവങ്ങളാണ് കാണുന്നത്. അതിനപ്പുറമാണ് കാസിനോയും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. താഴേക്ക് നോക്കി എത്രമാത്രം ഹൈറ്റിലാണ് ഇപ്പൊ നമ്മൾ വയ്ക്കുന്നത്. കാറുകളുടെ സൈസ് ഉണ്ട്. ആ ഹൈറ്റിലൂടെയാണ് നമ്മുടെ ഈ കേബിൾ കാർ പോകുന്നത്. അങ്ങനെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ സ്ട്രക്ചേഴ്സിന്റെ എല്ലാം മുകളിൽ കൂടെ പോകണം എന്നുള്ളത് കൊണ്ട് അതൊക്കെ അറിയാം നിങ്ങൾക്ക്. ആ ഹൈറ്റ്, ഇത്രയും ഹൈറ്റിലൂടെയാണ് പോകുന്നത്. നമ്മൾ അമ്യൂസ്മെന്റ് പാർക്കിൽ ഒരു റൈഡിൽ കയറിയ എക്സ്പീരിയൻസ് ആണ് ഇവിടെ എത്തിക്കഴിയുന്നത്. ഇത്രയും ഹൈറ്റിലാണ് പോകുന്നത്. താഴെ അമ്യൂസ്മെന്റ് പാർക്കിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അങ്ങനെ ജെന്റിങ്ങിലോട്ട് നമ്മുടെ കേബിൾ കാർ എത്തിയിരിക്കുകയാണ്. ജെന്റിങ് ഹൈലൻഡ്സിന്റെ അവാന സ്കൈ സെന്ററിന്റെ സ്കൈ അവന്യൂ കേബിൾ കാർ സ്റ്റേഷനിലോട്ട് നമ്മൾ എത്തുകയാണ്. ബാക്കി ജെന്റിങ് ഹൈലൻഡ്സിലെ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് അടുത്ത വ്ലോഗുകളിൽ കാണാം. നന്ദി, നമസ്കാരം.